45 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കവിതാ ഗ്രൂപ്പിന്റെ ചെറായിയിലെ മെഗാ ഷോറൂമായ കവിതാ ജ്വല്ലറിയുടെ ആശീർവാദ കർമ്മവും ഉദ്ഘാടനവും നടന്നു. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ആകുന്നു. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്ഥാപനത്തെ ഇതിന്റെ ഉടമസ്ഥരെയും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങനെ പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് തീർത്ഥാടന കേന്ദ്രം വികാരി റവറന്റ് ഡോക്ടർ ജോസ് പുതിയേടത്ത് ആശീർവാദ കർമ്മവും നിലവിളക്ക് കൊളുത്തുകയും ചെയ്തു. പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയ വികാരി ഫാദർ ജോയി കല്ലറയ്ക്കൽ സഹകാർമ്മികനായിരുന്നു. ഫാദർ ജോഷി മയ്യാറ്റിൻ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സംസാരം കേട്ടപ്പോൾ തന്നെ കാര്യം പഠിക്കും. നമുക്കെല്ലാവരും അറിയാവുന്നതാണ്. ദൈവവിശ്വാസം, ആത്മവിശ്വാസം, മനുഷ്യരിലുള്ള വിശ്വാസം, ഈ 3 വിശ്വാസങ്ങളാണ് പ്രകൃതിയെയും കവിതയെയും ഈ പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം, മുൻ മന്ത്രി എസ് ശർമ്മ, എഴുത്തുകാരൻ പുയ്യപ്പിള്ളി തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. കവിതാ ഗ്രൂപ്പിന്റെ ഉടമയുമായ കെ.ഒ. വർഗീസ് വിശേഷങ്ങൾ പങ്കുവച്ചു. എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എനിക്ക് ഇതുവരെ, ഞാനൊരു നെഗറ്റീവായിട്ട് പറഞ്ഞത്, ഞാൻ ആഗ്രഹിച്ച ഒന്നും ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച വഴി കൂടെ എനിക്ക് ഇതുവരെയായിട്ട് പോകാനായിട്ട് പറ്റില്ല. പക്ഷെ എനിക്ക് വിധിച്ച വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 25 വർഷം കൊണ്ട് ഞാൻ നടന്ന വഴികൾ എല്ലാം എനിക്ക് വിധിച്ച വഴികളായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെ എനിക്ക് വളരെയധികം സുഹൃത്തുക്കളെ, ജീവനക്കാരെ, കുടുംബാംഗങ്ങളെ, അതുപോലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് കോരിച്ചൊരിഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചായിരുന്നില്ല എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ. ആദ്യ വിൽപ്പനയും സാന്നിധ്യ സമ്മാന നറുക്കെടുപ്പും നടന്നു. ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.